വളരെ പ്രാർത്ഥനാപൂർവമായിരിക്കുമാറാകണം എന്ന് വിശിഷ്യ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചു തുടങ്ങിയ വിഷയത്തിലേക്ക് ഞാൻ വീണ്ടും അടുത്തു വരട്ടെ. ഫിലിപ്പ്യ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ഫിലിപ്പ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യവും ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം അതിൻ്റെ 43 വാക്യം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷനായി. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. നാം ആ ഭാഗം കണ്ടു. യേശു ക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ സർവ്വലോകത്തിൻ്റെയും ഭാരം തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് താൻ വളരെ വീണും എഴുന്നേറ്റും യേശു പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ അവിടെ പറയുന്നു, അവനെ ശക്തിപ്പെടുത്തുവാൻ ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. കഴിഞ്ഞ ആഴ്ചകളിൽ നാം കണ്ടത് എന്തിനാ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്നത്. ഒന്ന്, നാം കണ്ടത് ടു ബി കണ്ടന്റ് ഇൻ എവറി സിറ്റുവേഷൻ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും തൃപ്തനായിരിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം. രണ്ട്, നാം കണ്ടത് ടു എൻഡ്യൂർ ഹാർഡ്ഷിപ്പ്. ജീവിതത്തിൽ പ്രതിസന്ധികളുടെ മുൻപിൽ കടന്നു വരുമ്പം കഷ്ടത അനുഭവിക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം. നാം അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ നാം അത് കണ്ടു. ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ ഇല്ലാതിരിക്കുമ്പോൾ ചില ചോദ്യങ്ങൾക്ക് മറുപടി തരുവാൻ എന്നെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ ദൈവം. അനുസരണത്തിൻ്റെ മോറിയ മല കയറുവാൻ എന്നെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ ദൈവം. ഇപ്പം രണ്ടാമത് നാം കണ്ടത് ടു എൻഡ്യൂർ ഹാർഡ്ഷിപ്പ്. കഷ്ടതയുടെ നടുവിൽ കഷ്ടതകൾ അനുഭവിക്കുവാൻ എനിക്ക് ശക്തി തരുന്ന എൻ്റെ കർത്താവ്. മൂന്നാമത് 1 തിമോത്തിയോസിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. 1 തിമോത്തിയോസ് 1:12. മതി. 1 തിമോത്തിയോസിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 12 പറയുന്നു, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിലും ശക്തിയെക്കുറിച്ച് തന്നെ പറയുന്നു. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു. ഇപ്പം പൗലോസ് പറയുന്ന ഒരു കാര്യം, വൈ ദിസ് സ്ട്രെങ്തനിങ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഗോഡ് ഈസ് സ്ട്രെങ്തനിങ് മീ so that I can continue in the ministry. ശുശ്രൂഷയിൽ തുടരുവാൻ തക്കവണ്ണം എനിക്ക് ശക്തി തരുന്ന ക്രിസ്തുവേശു. ആ 1 തിമോത്തിയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നോക്കിയാൽ അവിടെ പറയുന്നു, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ്. അവിടെ എനിക്ക് ശക്തി നൽകി എന്ന് പറഞ്ഞ് പൗലോസ് അവിടെ നിർത്തുകയല്ല. പൗലോസ് പറയുന്നു, അവൻ എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കി. 2 കാര്യമാണ് പൗലോസ് അവിടെ പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, the strength that God had given to me is to faithfully endure and continue in his ministry. കർത്താവ് എനിക്ക് തന്ന ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്യുവാൻ ആണ് ഈ ശക്തി എനിക്ക് തന്നിരിക്കുന്നത്. പൗലോസ് അവിടെ പറയുന്നത്, ദൈവം എന്നെ ഫലമേൽപ്പിച്ച ഒരു കാര്യമുണ്ട്. അവിടെ പറയുന്നു, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്നെ വിശ്വസ്തൻ എന്നെണ്ണി എന്നെ ശുശ്രൂഷ ഫലമേൽപ്പിച്ചു. 2 തിമോത്തിയോസ് 1:12 അവിടെ പൗലോസ് പറയുന്നു, അവൻ എന്നെ ഒരു ഉപനിധി, എനിക്ക് നൽകിയ ഉപനിധി, the treasure that he had given to me, and he is able to keep that until that day.
പൗലോസ് പറയുന്നു, എന്നെ ഭരമേൽപ്പിച്ച ഒരു ഉപനിധിയുണ്ട്, എന്നെ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയുണ്ട്, എന്നെ ഏൽപ്പിച്ച ഒരു സുവിശേഷമുണ്ട്. ആ ദിവസം വരെ അത് സൂക്ഷിപ്പാൻ അവൻ ശക്തനാണ്. ഇപ്പൊ പൗലോസ് പറയുന്നത്, ഈ ശുശ്രൂഷയൊന്നും നാം ചുമ്മാ എടുത്തതല്ല. പൗലോസ് പറയുന്നത്, ഓഫ്റ്റൻ വി തിങ്ക് ഇൻ ക്രിസ്ത്യൻ സർവീസ് ഈസ് വോളണ്ടിയറി, അല്ലേ? നമ്മളെല്ലാം പറയും വോളണ്ടിയറായിട്ട് അവൻ അങ്ങ് ചെയ്യാന്ന്. വോളണ്ടിയറായിട്ട് ചെയ്യുന്ന ഒരുത്തനുമില്ല. ഭരമേൽപ്പിക്കാതെ ശുശ്രൂഷ ചെയ്യുവാൻ ആർക്കും സാധിക്കത്തില്ല. നമ്മൾ പറയും പാട്ട് പാടുന്ന സഹോദരന്മാർ വോളണ്ടിയറായിട്ട് വന്ന് പാടുക എന്നൊന്നുമല്ല. അവരെ ശുശ്രൂഷ ഭരമേൽപ്പിച്ചതാ. ഇന്ന് സങ്കീർത്തനം വായിച്ച ദൈവദാസൻ ശുശ്രൂഷ ഭരമേൽപ്പിച്ചതാ. ഇത് ശുശ്രൂഷ ഭരമേൽപ്പിക്കുന്നതാ. നമ്മളൊരു കാര്യം അറിയണം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഐ ആം എ ബോണ്ട് സ്ലേവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ബോണ്ട് സ്ലേവ് എന്ന് പറഞ്ഞാൽ എന്തോ അതിൻ്റെ അർത്ഥം? നമുക്കൊരു നോ പറയാൻ അവകാശമില്ലെന്നാ പറഞ്ഞേ. മനസ്സിലായോ? ശുശ്രൂഷയുടെ കാര്യം പറയുമ്പം ദൈവവചനം പറയുന്നതിനറിയാവോ? ശുശ്രൂഷയുടെ കാര്യം പറയുമ്പോൾ നോ പറയാൻ നമുക്ക് ചോയ്സ് ഇല്ലെന്ന്. പിടികിട്ടിയോ? ശുശ്രൂഷയുടെ കാര്യം പറയുമ്പോൾ നോ പറയാൻ ചോയ്സ് ഇല്ലെന്ന ദൈവവചനം പറയുന്ന കാരണം, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി എന്നെ ശുശ്രൂഷയ്ക്ക് ആക്കി വെച്ചു എന്നാണ് അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഇപ്പം അങ്ങനെയാണെന്ന് വരികിൽ, വൈ ഗോഡ് ഈസ് സ്ട്രെങ്തനിങ് യു? God is strengthening us to continue in the ministry. ദൈവം നമ്മെ ഭരമേൽപ്പിച്ച ശുശ്രൂഷയിൽ കണ്ടിന്യൂ ചെയ്യുവാനാണ് ദൈവം നമുക്ക് ശക്തി തരുന്നത്. നെഹമ്യാവിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. നെഹമ്യ 6:9. ആകയാൽ ദൈവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. ബട്ട് നൗ ഓ ഗാഡ് സ്ട്രെങ്തൻ മൈ ഹാൻഡ്സ്. അവിടെ നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നു, കർത്താവേ എന്നെ ശക്തിപ്പെടുത്തുമാറാകണം. ധൈര്യപ്പെടുത്തണം എന്നവിടെ പറഞ്ഞിരിക്കുന്നത് സ്ട്രെങ്തൻ മൈ ഹാൻഡ്സ്. എന്തിനാ എന്നെ ശക്തിപ്പെടുത്തുന്നത്? വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ ഒരു ഗ്രൂപ്പ് നോക്കുമ്പോൾ, നിങ്ങളുടെ ഈ പ്രവൃത്തിയൊന്നും നടക്കത്തില്ല, നിങ്ങൾ ഈ പണിയുന്ന പണിയൊന്നും നടക്കത്തില്ല, നിങ്ങളെ കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞ് എന്നെ വെല്ലുവിളിക്കുന്ന സൻബല്ലത്തും തോബിയാവും നിൽക്കുമ്പം, കർത്താവേ സൻബല്ലത്തിൻ്റെ മുൻപിൽ, തോബിയാവിൻ്റെ മുൻപിൽ എനിക്ക് നിവർന്നു നിൽക്കുവാൻ കൃപ തരണമെന്നല്ല നെഹമ്യാവ് പ്രാർത്ഥിച്ചത്. എന്നെ ധൈര്യപ്പെടുത്തണം. കാരണം വേല മുടക്കുവാൻ അവർ കടന്നു വരുമ്പം വേലയിൽ വിശ്വസ്തനായി നിൽക്കുവാൻ, ശുശ്രൂഷയിൽ വിശ്വസ്തനായി നിൽക്കുവാൻ എനിക്ക് കൃപ തരണം, അതിനെന്നെ ശക്തിപ്പെടുത്തണമെന്ന് നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നത്. പൗലോസും പ്രാർത്ഥിക്കുന്നത് ഒറ്റ പ്രാർത്ഥന, കർത്താവേ അവിടുന്ന് എന്നെ ഭരമേൽപ്പിച്ച ഈ ദൗത്യം, അവിടുന്ന് എന്നെ ഭരമേൽപ്പിച്ച ഈ ശുശ്രൂഷ വിശ്വസ്തതയോടെ ചെയ്യുവാൻ എനിക്ക് കൃപ തരണം. എന്തിനാ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്നത്? എൻ്റെ ക്രിസ്തീയ ജീവിതം ഓട്ടം ഓടി തികയ്ക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണം. നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, കർത്താവേ എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് എനിക്ക് ഓടി തികയ്ക്കാൻ പറ്റത്തില്ല, ഓടി തികയ്ക്കുവാൻ, വേല ചെയ്യുവാൻ, അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുവാൻ എനിക്ക് കൃപ തരണം, അതിന് എന്നെ ശക്തിപ്പെടുത്തണം. നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാത്. നമ്പർ 3, strength to continue in ministry. Number 4, strength to maintain relationship. വേല ചെയ്യുവാൻ, വിശ്വസ്തനായി ചെയ്യുവാൻ ദൈവത്തിൻ്റെ ശക്തി ആവശ്യമാണ്. പക്ഷേ വ്യക്തിപരമായ ബന്ധങ്ങളിൽ മുന്നോട്ട് പോകണമെന്ന് വരികിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 50-ാമത്തെ അധ്യായം
അതിൻ്റെ 20-ാമത്തെ വാക്യം. ഉൽപ്പത്തി 50:20. അവിടെ യോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ യോസഫ് തൻ്റെ സഹോദരന്മാരെ വിളിച്ചു അവരോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, പക്ഷേ ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആ സമയത്ത് യോസഫിന് മുഴുവൻ അധികാരവും ഈജിപ്തിൻ്റെ രണ്ടാമനായി യോസഫ് വാഴുകയാണ്. സകല പൊളിറ്റിക്കൽ പവറുമുണ്ട്, എല്ലാ ഇൻഫ്ലുവൻസുമുണ്ട്. യോസഫിന് വേണമെങ്കിൽ പ്രതികാരം ചെയ്യാം. പക്ഷേ യോസഫ് അതിനു മുൻപ് 47-ാമത്തെ അധ്യായത്തിലുണ്ട്, അവൻ അകത്തു പോയി പൊട്ടിക്കരഞ്ഞു. ഏതാ? രാജ്യത്തിൻ്റെ രാജാവായിരിക്കുന്നവൻ, രണ്ടാമനായിരിക്കുന്നവൻ അകത്തു പോയി പൊട്ടിക്കരഞ്ഞിട്ട് ധൈര്യം സംഭരിച്ചേച്ച് വന്നേച്ച് പറയുന്നു, നിങ്ങൾ എനിക്ക് ദോഷം വിചാരിച്ചു, പക്ഷേ ദൈവം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ എന്നോടുള്ള റെസ്പോൺസ് ഓർത്താൽ പലപ്പോഴും എനിക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെന്ന് വരിക നമ്മളെല്ലാം ഒരു പെർഫെക്റ്റ് വേൾഡിൽ ജീവിക്കുന്നവരാകണം. ഇപ്പം എൻ്റെ ഒരു സഹോദരൻ എന്നോട് റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ച് അതേ അളവിൽ ഞാൻ റെസ്പോണ്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ റിലേഷൻഷിപ്പ് ഒന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ കുടുംബജീവിതത്തിൽ പറയുന്നത് എന്താ? ഗിവ് ആൻഡ് ടേക്ക് അല്ലേ? ഭാര്യ ദേഷ്യപ്പെടുമ്പം അതുപോലെ ഭർത്താവും ദേഷ്യപ്പെട്ടാൽ അവിടെ പോയി നിൽക്കും, അല്ലെ ഭർത്താവ് ദേഷ്യപ്പെടുമ്പം അതുപോലെ ഭാര്യയും ദേഷ്യപ്പെട്ട് അവിടെ പോയി നിൽക്കും, എങ്ങും ചെല്ലത്തില്ല. അതുകൊണ്ടാണ് ഉത്തമയായ സ്ത്രീകൾ ഭർത്താവ് ദേഷ്യപ്പെടുമ്പം മിണ്ടാതെ അങ്ങിരിക്കും, പിന്നെ വന്നേച്ച് അതിൻ്റെ കണക്ക് തീർക്കും. മനസ്സിലായില്ലേ? പക്ഷേ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇവിടെ ഈ ബന്ധങ്ങൾ മുന്നോട്ട് പോകണമെന്ന് വരികിൽ, ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകണമെന്ന് വരികിൽ കർത്താവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ദൈവം നമ്മെ ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. യോസഫിന് വേണമെങ്കിൽ പറയാം, യോസഫിന് വേണമെങ്കിൽ അവരെ എല്ലാം കാരാഗ്രഹത്തിലടയ്ക്കാം, അല്ലെ അവരെ എല്ലാം ഡീപ്പോർട്ട് ചെയ്യാം, എന്തു വേണമെങ്കിലും ചെയ്യാം. യോസഫിന് ചെയ്യാനുള്ള മുഴുവൻ അവകാശവും അധികാരവും ഉണ്ട്. ആ യോസഫ്, അധികാരമുള്ള യോസഫ്, പവറുള്ള യോസഫ്, ഇൻഫ്ലുവൻസ് ഉള്ള യോസഫ് പറയുന്നു, നിങ്ങൾ എന്നോട് ദോഷം വിചാരിച്ചു, നിങ്ങൾ വിചാരിച്ച ദോഷം ഞാൻ കൺസിഡർ ചെയ്താൽ എനിക്ക് നിങ്ങളോട് പെരുമാറാൻ സാധിക്കത്തില്ല. ഇപ്പം എനിക്ക് നിങ്ങളോട് ഒരു സഹോദരനെ പോലെ പെരുമാറണമെന്ന് വരികിൽ എനിക്ക് ദൈവത്തിൻ്റെ ശക്തി ആവശ്യമാണ്. ഇന്ന് രാവിലെ നമ്മുടെ ഈ പുതിയ വർഷത്തിൻ്റെ 2-ാം മാസത്തിൻ്റെ ആരംഭ ആഴ്ചയിലാണല്ലോ. നമുക്കൊരു തീരുമാനമെടുക്കാമോ? ചില ബന്ധങ്ങളൊക്കെ പുനഃസ്ഥാപിക്കാൻ. കർത്താവെ എന്നെ ഒന്ന് ശക്തിപ്പെടുത്തണമെന്ന് എനിക്കൊന്ന് പ്രാർത്ഥിക്കാമോ? വലിയ ബുദ്ധിമുട്ടാണ്. ഈ ചിലതൊക്കെ ക്ഷമിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, ചിലതൊക്കെ വിട്ടുകളയാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇന്ന് രാവിലെ തിരുമേശ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, ചിലതൊക്കെ മനഃപൂർവ്വം വിട്ടുകളയുവാൻ, മനഃപൂർവ്വം ക്ഷമിക്കുവാൻ. കർത്താവെ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് ഇന്ന് രാവിലെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? യോസഫിന് അത് ചെയ്യുവാൻ സാധിച്ചു എന്ന് വരികിൽ, പൗലോസിന് അത് ചെയ്യുവാൻ സാധിച്ചു എന്ന് വരികിൽ, നമുക്കും അത് ചെയ്യുവാൻ സാധിക്കും. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കോറി ടെൻ ബൂമിൻ്റെ ഒരു കഥ. കോറി ടെൻ ബൂം എന്ന് പറയുന്ന ഒരു യുവതി ഹിറ്റ്ലറിൻ്റെ ക്യാമ്പിൽ ഈ സ്ത്രീയെ പിടിച്ചുകൊണ്ട് പോയി. അന്ന് യൗവനയുക്തിയായ ഈ സ്ത്രീയെ they stripped her naked, ക്രൂരമായി അവളെ മർദ്ദിച്ചു. എന്നിട്ട് ഈ പോലീസ് ഓഫീസേഴ്സ് ചുറ്റും നിന്ന് ഇവളെ കളിയാക്കി. ഓർക്കുക, ഒരു യങ് യുവതി കംപ്ലീറ്റായിട്ട് അവളെ നേക്കഡാക്കിക്കൊണ്ട് ഈ ക്രൂരന്മാരായ പോലീസ് ഓഫീസേഴ്സ് ഇവളെ
മാക്സിമം ഇവളെ ഇൻസൾട്ട് ചെയ്തു. ഈ സ്ത്രീക്ക് അവളോട് അന്നേരവും പറയുന്നുണ്ട് യേശുവിനെ തള്ളി പറയാൻ. ഇതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു കോറി ടെൻ ബൂം ശക്തയായ ഒരു പ്രഭാഷകയായി മാറി. ലോകത്തിൽ പല സ്ഥലത്തും പോയി കോറി ടെൻ ബൂം ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ തുടങ്ങി. കോറി ടെൻ ബൂം ഒരിക്കൽ ജർമ്മനിയിൽ താൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രസംഗത്തിന് ശേഷം ഓൾട്ടർ കോൾ കൊടുത്തപ്പം ഒരു വൃദ്ധനായ മനുഷ്യൻ മുന്നോട്ട് കടന്നു വന്നു. മുട്ടുകുത്തി കോറി ടെൻ ബൂം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഈ മനുഷ്യൻ എഴുന്നേറ്റേച്ച് കോറി ടെൻ ബൂമിനോട് ചോദിച്ചു, മാം, ഡു യു റെക്കഗ്നൈസ് മീ? ഇവൾ പറഞ്ഞു, ഇല്ല, എനിക്ക് അറിയില്ല. കോറി ടെൻ ബൂമിനോട് ഒന്നുകൂടെ ഈ മനുഷ്യൻ പറഞ്ഞു, എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. പറഞ്ഞു, ഇല്ല, അറിയില്ല. ആ മനുഷ്യൻ പറഞ്ഞു, അന്ന് വർഷങ്ങളുടെ കണക്ക് പറഞ്ഞു, ആ ദിവസം നിന്നെ ക്രൂരമായി പീഡിപ്പിച്ച ഒരു ദിവസം നീ ഓർക്കുന്നുണ്ടോ? അവൾ പറഞ്ഞത്, എനിക്ക് എങ്ങനെ മറക്കാൻ സാധിക്കും? ഈ മനുഷ്യൻ പറഞ്ഞു, അന്ന് അതിന് ലീഡർഷിപ്പ് കൊടുത്തത് ഞാനാ. വുഡ് യു പ്ലീസ് ഫോർഗീവ് മീ? കോറി ടെൻ ബൂം പറയുന്നത്, ഈ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ദീർഘവർഷങ്ങൾക്ക് മുൻപ് അവൾ ജീവിതത്തിൽ അനുഭവിച്ച നരകയാതനകൾ അവളുടെ മനസ്സിൽ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. And she said, no, I cannot. And she took few steps back. പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവളോട് സംസാരിച്ചു. കാൽവറിയിൽ നിന്റെ അനേകവിധമായ പാപങ്ങൾ ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്ന് വരികിൽ ഇവനോടും ക്ഷമിക്കണം. കോറി ടെൻ ബൂം പ്രാർത്ഥിച്ചു, ലോർഡ്, ഐ നീഡ് ദ സ്ട്രെങ്ത്. ഇൻ മൈ സ്ട്രെങ്ത് ഐ cannot forgive him. In my strength I cannot forgive him. അവൾ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് അവിടുത്തെ കൃപ തരുമാറാകണം. നമുക്കറിയാം, ഗ്ലാഡി സ്റ്റെയിൻസ് 26 വർഷം കഴിഞ്ഞു ഒറീസയിൽ ആ ഗ്രഹാം സ്റ്റെയിൻസിനെയും തിമത്തിയെയും ആ 2 മക്കളെ ചുട്ടുകൊന്ന ആ വ്യക്തികളോട് ഗ്ലാഡി സ്റ്റെയിൻസിന് ക്ഷമിക്കാൻ സാധിച്ചെന്ന് വരിക. ഇന്ന് രാവിലെ നാം ഒന്ന് ചിന്തിച്ചേ, ഇപ്പോഴും ക്ഷമിക്കാതെ നാം പിടിച്ചു വച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ നമ്മുടെ അകത്തില്ലേ? ദൈവം പറയുന്നു, I am going to strengthen you. I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്തിനാണെന്നറിയാമോ? എനിക്ക് ക്ഷമിക്കാൻ സാധിക്കാത്ത ബിറ്റർനെസ് എൻ്റെ അകത്തുള്ളപ്പോഴും അത് ക്ഷമിക്കുവാനുള്ള ദൈവകൃപ എന്നിലേക്ക് വ്യാപരിക്കുന്ന ദൈവശക്തി. ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കട്ടെ, the strength to maintain and keep relationship. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 13-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നമുക്കറിയാവുന്ന, ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ ലേഖനം 13-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. സ്നേഹം ദോഷം കണക്കിടുന്നില്ല, അല്ലേ? സ്നേഹം എന്ത് ചെയ്യുന്നു? ദോഷം കണക്കിടുന്നില്ല. എന്ന് പറഞ്ഞാൽ കണക്കിടാൻ ഒത്തിരി ഉണ്ട്. എനിക്കിട്ട് പണിത ഒത്തിരി പണികളുണ്ട്, ഇല്ലേ? കണക്കിടാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ അവിടെ പറയുന്നു, ദൈവസ്നേഹം അകത്തോട്ട് വന്നു കഴിയുമ്പോൾ, when God strengthens us, സ്നേഹം ദോഷം കണക്കിടുന്നില്ല. അവിടെ പറയുന്നത്, ലവ് doesn't keep the record of sins. നമ്മൾ എന്തുകൊണ്ടായി ഇപ്പോഴും 10 വർഷം മുമ്പ് അവൻ എന്നോട് അന്ന് പറഞ്ഞതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്? എന്തുകൊണ്ടത് നമുക്ക് പറയാൻ പറ്റുന്നത്? വി ആർ കീപ്പിംഗ് ദ റെക്കോർഡ് ഓഫ് ഇറ്റ്, അല്ലേ? അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ലവ് ഡസൻറ്റ് കീപ് ദ റെക്കോർഡ് ഓഫ് സിൻസ്. ഇന്ന് രാവിലെ ഞാനീ പറയുന്ന അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തളങ്ങളിലേക്കൊന്ന് ഇറങ്ങി വന്നിച്ച്
നമ്മെ ഒന്ന് ശക്തിപ്പെടുത്തിയേച്ച് നമ്മൾ എഴുതി വച്ചിരിക്കുന്ന ചില റെക്കോർഡുകളുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോഴും എഴുതി സൂക്ഷിക്കുന്ന ചില ലോഗ് ബുക്കുണ്ട്. ഇന്ന് പകലിൽ ആ ലോഗ് ബുക്കിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കീറിക്കളയുന്ന ഒരു ദിവസമായി മാറ്റപ്പെടുമാറാകട്ടെ. എഴുതി വച്ചിരിക്കുന്ന ചിലതൊക്കെ ഇന്ന് പകലിൽ അത് മാറ്റപ്പെടുന്ന ദിവസമായി മാറ്റുമാറാകട്ടെ. സ്നേഹം ദോഷം കണക്കിടുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 34-35 വാക്യങ്ങൾ. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 13 വേഴ്സ് 34-35. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെന്ന് വരികിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അവിടെ കൃത്യമായി പറയുന്നു, ബൈ ദിസ് ഓൾ മെൻ വിൽ നോ ദാറ്റ് യു ആർ മൈ ഡിസൈപ്പിൾസ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു പാസ്റ്റർ ജെ ജോൺസ് എന്ന് പറയുന്ന ഒരു പാസ്റ്ററുണ്ട്. പുള്ളി നമ്മുടെ ഈ ക്ലേറ്റസ് ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്ലിപ്പ് ഇങ്ങനെ ഫേസ്ബുക്കിലിടും. പുള്ളിയുടെ ഒരു ക്ലിപ്പിൽ പുള്ളി ഇപ്രകാരം പറഞ്ഞു, സഭയിലേക്ക് ആൾ വരാത്തതിൻ്റെ 2 കാര്യം. ഒന്ന്, they haven't seen a disciple. 2, they have seen a disciple. പിടി കിട്ടിയോ? പുള്ളി പറഞ്ഞത് സഭയിൽ ആൾ വരാത്തത് ഒന്നുകിൽ അവർ ക്രിസ്ത്യാനിയെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവർ കണ്ടിരിക്കുന്ന ക്രിസ്ത്യാനിയിൽ ഇതൊന്നുമില്ല. ഇവിടെ യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നു എന്ന് വരികിൽ, when you love each other, by this all men will know that you are my disciples. നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം, ലോകം കാണും. ആരെ കാണും? യേശുവിനെ കാണും. ഇപ്പം ലോകം യേശുവിനെ കാണാത്ത ആര് കാരണ? പറഞ്ഞോ? നമ്മൾ കാരണ. ക്രിസ്ത്യാനിയായി എണ്ണപ്പെട്ടിരിക്കുന്നവർ അവർ ജീവിക്കാത്തത് നിമിത്തമാണ്. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നത് നിമിത്തം ലോകത്തിന് ഒരു കാര്യം മനസ്സിലാകും, ഇവരെൻ്റെ ശിഷ്യന്മാരാണെന്ന്. കാരണം ജീസസ് സെഡ്, ഐ ആം ദ ലവ്. യേശു പറഞ്ഞത് ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണെന്ന് വരികിൽ ആ സ്നേഹം കാണിക്കുവാൻ നമുക്ക് ദൈവം കൃപ തരണം. ദ സ്ട്രെങ്ത് ടു മെയിൻറ്റെയിൻ ആൻഡ് കീപ് റിലേഷൻഷിപ്പ്. ഒരു കാര്യം കൂടെ പറഞ്ഞേച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. വൈ സ്ട്രെങ്തനിങ്? സ്ട്രെങ്ത് ടു എക്സ്പ്രസ് റൈറ്റ്ഫുള്ളി ഓർ കറക്റ്റ്ലി. ചില സന്ദർഭങ്ങൾ വരുമ്പം പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ ശരിയായ രീതിയിൽ പ്രതികരിക്കുവാൻ എനിക്ക് കൃപ തരാനായിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. സ്തേഫാനോസിനെ അവർ കല്ലെറിഞ്ഞു. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞപ്പം ഇപ്പം ഇവിടെ സ്റ്റേജിൽ റൂഫസിനെ കൊണ്ട് നിർത്തിയേച്ച്, പേടിക്കണ്ട, നമ്മൾ അവിടുന്ന് കല്ലെറിഞ്ഞാൽ റൂഫസിൻ്റെ മുഖം എങ്ങനെ ഇരിക്കും? പറഞ്ഞോ? ഏതാ? പക്ഷേ ലുക്ക് അറ്റ് സ്റ്റീവൻ, അല്ലേ? സ്തേഫാനോസിനെ കല്ലെറിഞ്ഞപ്പം സ്തേഫാനോസിൻ്റെ മുഖം എന്തുപോലെ ഇരുന്നു? ദൈവദൂതൻ്റെ മുഖം പോലെ. എന്ന് പറഞ്ഞാൽ എന്നറിയാവോ, ഈ ചില സന്ദർഭങ്ങളിൽ നമ്മൾ റിയാക്ട് ചെയ്യേണ്ട സന്ദർഭങ്ങളുണ്ട്. എപ്പോഴും ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വേൾഡ് വാർ 2 ഒരു ജർമ്മൻ സ്പൈയെ, ഇംഗ്ലണ്ടിൻ്റെ പട്ടാളത്തിൽ ഒരു ജർമ്മൻ സ്പൈ ചേർന്നു. ഈ ജർമ്മൻ സ്പൈ ചേർന്നേച്ച് ഇവർക്കിതിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഈ ജർമ്മൻ സ്പൈ ആരാണെന്ന്. ഇവരൊത്തിരി നോക്കിയിട്ടും പറ്റുന്നില്ല. അവസാനം കമാൻഡർ പറഞ്ഞു, സംശയമുള്ള എല്ലാവരെയും ലൈനപ്പ് ചെയ്യാൻ പറഞ്ഞു. ഇവരെ എല്ലാം ലൈനപ്പ് ചെയ്ത് ഇവരിങ്ങനെ നിൽക്കുക. ഇവർ ലൈനപ്പ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പം കമാൻഡർ വന്ന് ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഈ പുള്ളിക്ക് സംശയമുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു. അവൻ്റെ അരികെ വന്നപ്പോൾ പെട്ടെന്ന് കാലെടുത്ത് അവൻ്റെ നാഭിക്ക് തൊഴിച്ചു. അന്നേരം അവൻ്റെ വായിൽ നിന്ന് ജർമ്മൻ ഭാഷയിൽ ചീത്ത വന്നു.
അവനെ പിടിച്ചു. പറഞ്ഞതെന്നറിയാവോ? പ്രഷർ വരുമ്പം നമ്മുടെ നാവിൽ നിന്ന് വരുന്നതാ നമ്മുടെ യഥാർത്ഥ സ്വഭാവം. പ്രഷർ വരുമ്പം ഇവിടെ കല്ലെടുത്ത് സ്തേഫാനോസിനെ എറിയുമ്പം അവൻ്റെ മുഖത്ത് കാണുന്നതാ അവൻ ആരാണെന്ന് തിരിച്ചറിയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വി നീഡ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. എന്തിനാണെന്നറിയാമോ? പ്രോപ്പറായി എക്സ്പ്രസ് ചെയ്യാൻ. നമ്മുടെ വേദനയുടെ നടുവിൽ പ്രോപ്പറായി എക്സ്പ്രസ് ചെയ്യുവാൻ. നമ്മുടെ പ്രതിസന്ധികൾ വരുമ്പം, ജീവിതത്തിൽ പ്രഷർ വരുമ്പം, ജീവിതത്തിൽ ടെൻഷൻ വരുമ്പം, അപ്പോഴും ദൈവകൃപ നമ്മുടെ മുഖത്ത് നിന്ന് വെളിയിൽ വരണം എന്ന് വരികിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്ന് പറഞ്ഞാൽ എനിക്കിട്ട് ഇടി വരുമ്പോഴും, എനിക്കിട്ട് കല്ലേറ് വരുമ്പോഴും, എന്നെ പരിഹസിക്കുമ്പോഴും, എനിക്കെതിരെ സംസാരിക്കുമ്പോഴും പ്രോപ്പറായി റിയാക്ട് ചെയ്യണമെന്ന് വരികിൽ ദൈവത്തിൻ്റെ കൃപ എനിക്ക് ആവശ്യമാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നമ്മെ ഓർപ്പിക്കുന്നു. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നമ്മെ ശക്തീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? To be content in every situation, to endure hardship in our Christian life, to strength to continue in ministry, strength to maintain and keep relationship, strength to express rightfully and correctly. ദൈവത്തിൻ്റെ ഈ ശക്തി നമുക്ക് ആവശ്യമാണ്. ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, പ്രതിസന്ധികളുടെ നടുവിൽ റെസ്പോണ്ട് ചെയ്യേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്യുവാൻ എനിക്ക് അവിടുന്ന് കൃപ തരണം. ശുശ്രൂഷയിൽ തുടരുവാൻ, ശുശ്രൂഷയിൽ വേദനകൾ വരുമ്പം, ശുശ്രൂഷയിൽ പരാജയങ്ങൾ വരുമ്പം അതിൻ്റെ മുൻപിൽ ഉറപ്പോടെ നിൽക്കുവാൻ എനിക്ക് ദൈവകൃപ ആവശ്യമാണ് കർത്താവേ. അതുകൊണ്ട് ഗെത്സമന തോട്ടത്തിൽ യേശുവിനെ ശക്തിപ്പെടുത്തുവാൻ ദൂതന്മാർ വന്നു എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം യേശുവിനെ ശക്തിപ്പെടുത്തിയ ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്കൊന്ന് വ്യാപരിക്കുവാൻ